കേക്കുകളൊക്കെ വേണമെങ്കിൽ കുറച്ച് മുതിർന്നവരുടെ ഒരു അഭിപ്രായം വേണമല്ലോ അല്ലെ? അതുകൊണ്ടാണ് ഇത് റാണിജി എത്തിയിരിക്കുന്നത്. റാണിജി, വാട്ട്സ് അവർ സ്പെഷ്യൽ? Today I'll be showing you pineapple cake, Okay. in a baker's style. It's very good for beginners also, even those who know cakes. It's a very simple recipe with a few tips which are very important in baking, and then everybody can bake like bakers do. ഓക്കെ, ഇന്ന് പൈനാപ്പിൾ കേക്ക് ആണ് കേട്ടോ റാണിജി ഉണ്ടാക്കി തരാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് നിങ്ങളെ ഞാൻ റാണിജിയെ പരിചയപ്പെടുത്താം. റാണിജി ഇന്ന് മലയാളിയല്ല, പഞ്ചാബിയാണ്. അപ്പൊ പഞ്ചാബി സ്റ്റൈലായിട്ടുള്ള എല്ലാ കുക്കിങ്സും നിങ്ങൾക്ക് ജുവൽ ബേബീസ് വേൾഡിലൂടെ കാണാനായിട്ട് പറ്റും. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് പൈനാപ്പിൾ കേക്ക് ആണ്. ബേക്കറി സ്റ്റൈൽ അല്ലെങ്കിൽ ബേക്കേഴ്സിന്റെ സ്റ്റൈലിലുള്ള പൈനാപ്പിൾ കേക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Yeah, these are the ingredients we'll be needing. Okay. This is 150 grams of maida, 25 grams corn flour, and 1 tablespoon of baking powder. 3 പൗഡർ ആണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒന്ന് മൈദ എടുത്തിട്ടുണ്ട്, കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, And baking powder. ബേക്കിംഗ് പൗഡറും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. Yeah, okay. Then we have 170 grams of sugar. ഓക്കെ, പഞ്ചസാര എടുത്തിട്ടുണ്ട്. Yeah, this is refined sugar, which is also called as breakfast sugar. ഓക്കെ, Otherwise, we are using the fat granules. These are the thinner ones because this tends to dissolve very fast. ഓക്കെ, ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് എടുക്കാം. ചെറിയ തിന്നായിട്ടുള്ളതാണ്. അതായത് നമ്മൾ സാധാരണ കേക്കിന് വേണ്ടിയിട്ട് നല്ല പൊടി പൊടിയായിട്ട് പഞ്ചസാര പൊടിച്ചെടുക്കല്ലേ ചെയ്യും. ഇത് ഒത്തിരി ചെറുതായിട്ടുള്ള പഞ്ചസാര തന്നെയാണ്. ഓക്കെ, And 4 eggs we'll be using. And then I have 40 ml of oil. ഓക്കെ, വിച്ച് ഓയിൽ? Any you can use oil. You can go for canola oil. Okay. You can use olive oil or vegetable oil, but don't use coconut oil or mustard oil. ഓക്കെ, കോക്കനട്ട് ഓയിൽ ഇപ്പോൾ നമ്മളിപ്പോഴും സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കുന്നവർക്ക് അറിയാം വെളിച്ചെണ്ണ യൂസ് ചെയ്യാറേ ഇല്ല. വെജിറ്റബിൾ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ വേറെ മറ്റുള്ള റിഫൈൻഡ് ഓയിൽസ് എല്ലാം, ഓയിലീവ് ഓയിൽസ് എല്ലാം യൂസ് ചെയ്യാം. പക്ഷെ ഒരിക്കലും ഇത് നമ്മുടെ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് കേട്ടോ. പിന്നെ this is water, 60 ml of water. ഓക്കെ, കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസും സാധനങ്ങളും. അപ്പൊ നമുക്ക് നേരെ കേക്ക് ഉണ്ടാക്കുന്നതിലേക്ക് പോകാം. കേക്കിന് ഫസ്റ്റ് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ ഈ പ്രീ ഹീറ്റ് ചെയ്തിരിക്കണം ഓവൻ. അപ്പൊ ഇവിടുത്തെ ഓവൻ ഈ ഒരു സ്റ്റൈലാണ്. അപ്പൊ റാണിജി ബാക്കി പറഞ്ഞു തരും. Yeah, so I'll be heating this for 30 minutes, baking at a temperature of 200 degrees. 200 ഡിഗ്രീസിൽ 30 മിനിറ്റ്സ് ആണ് ഈ ഓവൻ ഹീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓരോ ഓവനും ഓരോ പ്രത്യേകതകളാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഓവൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഇനി ബാക്കി നമുക്ക് Friends, I'll grease the pan and keep it ready for baking. നമുക്ക് ഫസ്റ്റ് തന്നെ ആദ്യം തന്നെ ഈ പാൻ ഒന്ന് ഗ്രീസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ വെച്ചിട്ടാണ് കേട്ടോ ഗ്രീസ് ചെയ്യാനായിട്ട് പോകുന്നത്. അധികം ബട്ടർ വേണ്ട, കുറച്ച് ബട്ടർ വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ പാൻ ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. I'll just dust the cake tin with a little bit. ബട്ടർ തേച്ചതിലേക്ക് കുറച്ച് മൈദ കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അതിന് ചുറ്റും ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം Just revolve it like this on all the sides, and then we go like this circle wise like a tire, so that it goes even all the sides where we put the butter. Like we just fold this. This is parchment or baking paper. Usually the flour which we use, we sift it on this. So instead of wasting it, we'll keep this way, like you fold it like a kerchief, and then a half triangle, and then one more, and there we are done for the size. So we'll chip it off from here. Now I want a flower design, so I'm just doing a small curve, a very small curve, to give it a base. And here my paper is ready, all set for baking. So now we'll keep this tin aside. അപ്പോൾ നമ്മുടെ ട്രേ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇതേ സ്റ്റൈലിൽ നമുക്ക് ചെയ്തെടുക്കാം. Now we'll be breaking in the 4 eggs. We won't be separating it. We'll be breaking in full 4 eggs. 4 മുട്ടകളാണ് എടുക്കുക. 4 മുട്ടകൾ നമുക്ക് ഈ ബൗളിലേക്ക് പൊട്ടിച്ചിടാം. So we have all the 4 eggs in the bowl, and this is the main process of the cake. As you can see, the volume of the eggs is now till where we will beat it till it comes at least till here. That's the main thing. If you beat your eggs well, at least for a good 8 to 9 minutes, your cake will have a very fluffy and it will rise.
ഒരു 8 മുതൽ 10 മിനിറ്റ് നേരം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ട ഈ ബൗളിൻ്റെ മുകളിൽ അത്രയും പൊങ്ങി വരണം, അത്രയും നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. Now I'll be adding 1 teaspoon of vanilla essence. 1 ടീസ്പൂൺ വാനില എസൻസ് നമുക്ക് ചേർത്ത് ഇതിനോടൊപ്പം തന്നെ ബീറ്റ് ചെയ്യാം. പഞ്ചസാര അല്പാൽപമായിട്ട് ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല ക്രീമായിട്ട് നമുക്ക് കിട്ടണം, അതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു പരുവം. Now after beating the eggs to a certain rise, we'll be adding this mixture of maida, corn flour and baking powder. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാനുള്ള സമയമാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ നമുക്ക് തെള്ളി ഇട്ട് കൊടുക്കാം. തെള്ളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 3 ബാച്ചായിട്ടാണ് നമ്മൾ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുത്ത് ഇളക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. Cut and fold method to mix. 1 circle and 1 cut. 1 circle and 1 cut. We are doing this so that the aeration which we form by beating eggs, that doesn't get disturbed. You can mix the maida into like 3 batches or something. Don't put the entire thing at once. At times it doesn't mix well. ബാറ്റർ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓയിൽ ഒഴിക്കണം. ഈ ഓയിൽ എന്ന് പറയുന്നത് നല്ല ഹോട്ടാണ്, നല്ല ചൂടാണ്. പാനിൽ ഒന്ന് ഓയിൽ ചൂടാക്കിയതാണിത്. ഇത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം അല്ലേ? Now I am taking 40 ml of oil and 60 ml of water, and I'll be heating it really hot. It should be hot specifically, not warm or not cold. Then I'll be adding this to the batter and then putting it in the oven for baking. വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. Now I'll add it to this. Okay. Just give it another stir. ആദ്യം ചെയ്തതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് അല്ലേ? Yeah, same way, cut and fold method. ഇപ്പൊ ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല ഈ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡൊക്കെ. പക്ഷെ ശരിക്കും കേക്ക് ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഈ ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ്. ബാറ്റർ റെഡി ആയി കഴിഞ്ഞു, എല്ലാം ഓൾ ഫിനിഷ്. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ട്രേയിലേക്ക്, കേക്ക് ട്രേയിലേക്ക് നമുക്കിത് ഒഴിക്കാം. നമ്മുടെ ഓവൻ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്, ബാറ്റർ സെറ്റായി കഴിഞ്ഞു, ഇവിടെ എല്ലാം കഴിഞ്ഞു. ഇനി നമ്മളിത് നേരെ ട്രേയിലേക്ക് ഒഴിക്കുകയാണ്. ഏകദേശം എത്ര കിലോ ഉണ്ടാവും ഈ കേക്ക്? This is 1 kg. 1 kgയുടെ കേക്കാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. Now we'll tap for some air bubbles. These bubbles to go away. എയർ ബബിൾസ് തട്ടി കളഞ്ഞതിന് ശേഷം നമുക്ക് ഓവനിലേക്ക് വെക്കാം. Keeping it at the base over here. And baking for 180 for 35 minutes. Usually in all the books and many videos also, for pineapple cake they are saying 30 minutes, but after making this up 10 times I would say go for 35. ബേക്കിംഗ് ടൈം എല്ലാ ഓവനിലും ഒരുപോലെ ആകണം എന്നില്ല. ഇവിടെ ചെയ്യുന്നത് 180 ഡിഗ്രിയിൽ 35 മിനിറ്റ് നേരമാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 35 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേക്കും ഇതാ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയി കഴിഞ്ഞു. നല്ലതാ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടി. ഇനി ഇത് നമുക്ക് ഒരു 2 ലെയറിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതാ റാണി കട്ട് ചെയ്തോ. First we'll be cutting off this. You can see the cake from here. Definitely see spongy. And now I'll be cutting it in the center. ഇതിൻ്റെ മുകൾ ഭാഗം ഇതാ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സെൻറ്ററിലൂടെ ഫുള്ളായിട്ട് ഒരു റൗണ്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് 3 ലെയറിലുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് 2 കേക്കാണ് കേട്ടോ റാണിജി ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. Now I have my top layer for the cake. Super. Can you see? I've already made 1 kg cake, and this is another cake because I want 3 layers. From 1 cake I'm getting 2 layers. Definitely there will be wastage if you're going to prepare like a pro baker. So the sides also have to be cut off. അപ്പോൾ നമ്മുടെ കേക്ക് മുറിച്ചും കഴിഞ്ഞു. അപ്പോൾ ഇനി അതിന് മുകളിൽ വരുന്ന ഐസിംഗ് ആണ്. ഐസിങ്ങിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ്? I'll be icing the cake. First I'll whip the cream. Okay. ഇതാണ് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിരിക്കുന്നത്. 500 grams. 500 ഗ്രാമിന്റെ ഗോൾഡൻ മാർക്കാണ്. പ്രീമിയം വിപ്പിംഗ് ക്രീമാണ് ടോപ്പിംഗ് ക്രീം. ഇത് നല്ല ഒരു ക്രീമാണ്, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രീമാണ്. ഓക്കെ, നെക്സ്റ്റ്. Yeah, then I'll add some pineapple Okay. on every layer with some pineapple syrup. Okay. You can use pineapple juice, pineapple crush,
or even simple syrup, even just equal proportion of sugar and water, and you can layer the cake with that also. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ കുറച്ച് പൈനാപ്പിൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പൈനാപ്പിൾ സിറപ്പാണ് വെച്ചിരിക്കുന്നത്. ഈ പൈനാപ്പിൾ സിറപ്പ് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ പൈനാപ്പിൾ ജ്യൂസ് എടുത്ത് അതിനകത്ത് പഞ്ചസാര ഇട്ടിട്ട് പൈനാപ്പിൾ ജ്യൂസ് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പൈനാപ്പിൾ സിറപ്പ് ഓൾറെഡി വാങ്ങാനായിട്ട് കിട്ടും. ആ പൈനാപ്പിൾ സിറപ്പ് ഒന്ന് കുറച്ച് വാട്ടറും കൂടെ ഉപയോഗിച്ച് ഒന്ന് ജ്യൂസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് കേക്കിൽ നമുക്ക് സിറപ്പ് പൈനാപ്പിൾ സിറപ്പായിട്ട് യൂസ് ചെയ്യാം. ഇത്രയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ്. ഇനി ഇതെങ്ങനെയാണെന്ന് നോക്കാം. ചെറുതായിട്ടാണ് പൈനാപ്പിൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ പൈനാപ്പിളിൻ്റെ സിറപ്പാണുള്ളത്. പിന്നെ ചെറിയുമാണ് അലങ്കരിക്കാൻ വെച്ചിരിക്കുന്നത്. ഒരു 8-10 മിനിറ്റ് നേരം ബീറ്റ് ചെയ്തപ്പോൾ ഇതാ നല്ല പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടോ. Now we'll start assembling the cake. First, how we'll go layer by layer. First, we'll start with the syrup. We'll put 2 to 3 tablespoons of syrup. പൈനാപ്പിൾ സിറപ്പ് നമുക്ക് വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കിയത് ഉപയോഗിക്കാം. പൈനാപ്പിൾ ജ്യൂസ് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സിറപ്പ് വാങ്ങിയതാണ് പൈനാപ്പിൾ സിറപ്പ്. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഉപയോഗിച്ച് ഡൈല്യൂട്ട് ചെയ്തതാണിത്. ഇത് നമുക്ക് കേക്കിൻ്റെ ഓരോ പീസിലേക്കും ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ വെറ്റാവാനായിട്ട് നമുക്ക് 4-5 സ്പൂൺ ചേർത്തെന്ന് വെച്ച് കുഴപ്പമില്ല. നല്ലതുപോലെ നമുക്ക് കേക്ക് വെറ്റായി കിട്ടണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റും. നല്ല സ്മൂത്തും സോഫ്റ്റും ഒക്കെ ആവണമെങ്കിൽ നല്ലതുപോലെ വെറ്റാവണം. Go with the cream with this. Back and forth. Back and forth, front and back. Now we'll put in the pineapple. Just scatter it everywhere. ഐസിങ്ങും നല്ലതുപോലെ ഒരു ലെയർ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ കുഞ്ഞു പീസില്ലേ, ആ പീസും ഒരു ലെയർ ഇതിന് മുകളിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത കേക്കിൻ്റെ പീസ് വെച്ച് ആദ്യം ചെയ്തതുപോലെ തന്നെ ചെയ്യാം. Okay. Now we'll go with the other layer. Second layer. Again we'll repeat the same process. First the syrup. എത്ര ലെയർ വേണമെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാം. Now again we'll put the pineapple. 3 ലെയറായിട്ടുള്ള കേക്കാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ 3 ലെയറിൽ നമ്മൾ പൈനാപ്പിൾ സിറപ്പും പൈനാപ്പിൾ പീസുകളും എല്ലാം വെച്ച് കഴിഞ്ഞു. ഇനി അതിന് മുകളിലേക്ക് ഏറ്റവും മുകളിലെ ലെയറിലേക്ക് ഐസിങ് തേച്ച് കൊടുക്കാം. ഇനി ബാക്കിയെല്ലാം കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള പരിപാടികളാണ്. നമുക്കിഷ്ടമുള്ളതുപോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഇവിടെ റാണിജിയാണ് റാണിജിയുടെ ഇഷ്ടം അനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. Round and pull up. Okay, round and go up.
പൈനാപ്പിൾ കേക്ക് റെഡി ആയി കഴിഞ്ഞു. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. കാണാൻ മാത്രമല്ല ടേസ്റ്റും അടിപൊളിയായിരിക്കും അല്ലെ. ഗുഡ് ടേസ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന പലതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ചെയ്തെടുത്താലും മതി. സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ റാണിജി നമുക്ക് ഇതൊന്ന് കൂളായി കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്യാം അല്ലെ. അപ്പൊ നമ്മുടെ കേക്ക് at least 6 hours to cool in the fridge and then you cut it so that the cream and everything mixes. അപ്പൊ ഒരു 6 hours എങ്കിലും നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നല്ല കൂളായിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് ക്രിസ്മസ് കേക്കാണ് ഇത്തവണത്തെ. ഞാനിങ്ങനെ കഴിക്കാൻ റെഡി ആയി കഴിഞ്ഞു. നല്ല സൂപ്പർ കേക്കാണ്. സൂപ്പർ. ഇത് ഞാൻ ഇടയിൽ വെച്ചിട്ടുള്ള ആ പൈനാപ്പിൾ നല്ല രസമായിട്ട് നമുക്ക് ഇടയ്ക്ക് കഴിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. സൂപ്പർ. റാണിജി ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആണ്. അതിന്റെ ലേയേഴ്സ് വന്നിരിക്കുന്നതുകൊണ്ട് നല്ല ഇതാണ്. എനിക്ക് കുറച്ചും കൂടെ നമുക്ക് വേണമെങ്കിൽ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം അല്ലേ. വേണമെങ്കിൽ ആവശ്യമുള്ളതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ പൈനാപ്പിൾ സിറപ്പ് കുറച്ചും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഇങ്ങനെ ഒരു വെറ്റ് ആയിട്ടിരിക്കും. അപ്പൊ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പൈനാപ്പിൾ കേക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് നല്ല സൂപ്പർ റെസിപ്പീസ് ഇറങ്ങി അറിഞ്ഞെടുക്കാം. യെസ്. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഫീഡ്ബാക്സ് ഉണ്ട്, ഇതിനെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ റാണിജിയുടെ അടുത്ത് ചോദിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട. വീണ്ടും നല്ല സൂപ്പർ റെസിപ്പീസുമായിട്ട് കാണാം. അതുവരെയും ഇറ്റ്സ് മീ റാണിജി ആൻഡ് ഇറ്റ്സ് മീ ജ്വൽ ബേബി സൈനിങ് ഓഫ്. ബൈ.